ഭൗതിക ശരീരം കാണാനും അവർക്ക് അശ്രുപൂജ അർപ്പിക്കാനും അവർക്ക് പ്രാർത്ഥനകൾ നടത്താനുമുള്ളതായ സൗകര്യത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പള്ളിയിലേക്കുള്ള ഖബറടക്കത്തിലേക്ക് പോകും. ജെൻസനെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലും ഇവിടെ ഹാളിലും ഒക്കെയായി തടിച്ചുകൂടിയത്. ഞങ്ങൾ നേരത്തെ ജെൻസനെ ഭൗതിക ശരീരം ഞാൻ ശ്രുതിയായിട്ട് ഇന്ന് 10-20 മിനിറ്റോളം ഞാൻ നേരിട്ട് സംസാരിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ, ലിയോ ഹോസ്പിറ്റലിൽ മേലെ വാർഡിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ മെഡിക്കൽ സംഘം, അവിടുത്തെ കൗൺസിലേഴ്സ് ഒക്കെ സംസാരിച്ചിട്ടും മാനേജബിൾ അല്ലായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടും മാനേജബിൾ അല്ല. എന്നോട് പറഞ്ഞത് എനിക്ക് കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പോകണം. ഇവർ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവർ കേൾക്കുന്നില്ല. പിന്നെ കുട്ടി പറഞ്ഞു, ഞാൻ ജെൻസണെയും കൊണ്ടുപോകും, ലോകത്തെവിടെ കൊണ്ടുപോയും ഞാൻ അവനെ ചികിത്സിക്കും, അവനെ റെഡിയാക്കും. ജെൻസൺ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും കോഴിക്കോട്ടേക്കാക്കണം. ജെൻസൺ പോയി എന്നുള്ള വാക്കൊഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ ആ കുട്ടിയോട് പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ ഇവരുടെ മനസ്സ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവസാനം ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നാലോചിച്ചു. അപ്പോൾ ഇന്നലെ കണ്ട സമയത്ത് തന്നെ ആ കുട്ടി കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കൊണ്ടുവന്നാൽ ആ കാലിൽ മുഴുവൻ റോഡിട്ടിരിക്കുകയാണ്. വല്ലാതെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പം ഫെയിൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? അപ്പം മെഡിക്കൽ ടീം മുഴുവൻ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ സെഡേഷൻ കൊടുക്കാം എന്നുള്ളത് വരെ പറഞ്ഞു. അവസാനം ഒരു നിർദ്ദേശം പറഞ്ഞു. ഞാൻ പറയാം, ജെൻസന്റെ ബോഡി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ കുട്ടിയെ കാണിക്കുക. അപ്പോൾ ആ നിർദ്ദേശം പറഞ്ഞപ്പോൾ DMO ആയിട്ട് ഞാൻ സംസാരിച്ചു, കുടുംബങ്ങളുമായി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ താഴെ ആദ്യം ശ്രുതിയെ ICUലേക്ക് മാറ്റി. അപ്പോഴും ശ്രുതിയെ അറിഞ്ഞിട്ടില്ല. ശ്രുതിയെ മാറ്റി, ശ്രുതിയുടെ തലഭാഗം ഉയർത്തി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജെൻസന്റെ ബോഡിയുള്ള പെട്ടി ഞങ്ങൾ ICUലേക്ക് കൊണ്ടുവന്ന് തുടക്കത്തിൽ ആ പെട്ടി കണ്ടപ്പോൾ തന്നെ ശ്രുതി പൂർണ്ണ ബോധ്യത്തിലേക്ക് വന്നു എന്നാണ്. പിന്നെ ശ്വാസോച്ഛ്വാസം കൂടുതലായി, വല്ലാതെ ഒരു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞതൊന്നും പറയാൻ വയ്യ. അവിടെ ജെൻസനെ കെട്ടിപ്പിടിച്ച് ജെൻസനെ ഉമ്മ കൊടുത്ത് പിന്നെ വല്ലാത്ത വൈകാരികമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള പറയാൻ കഴിയാത്തതായ രംഗങ്ങളും സംസാരവുമാണ് ആ കുട്ടി അവിടെ നടത്തിയത്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആ ബോഡിയിൽ നിന്ന് ശ്രുതിയെ മാറ്റാൻ ശ്രമിച്ചോ ഒന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം അവിടെ അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളത് കരുതി. അങ്ങനെ കുറേ സമയം ജെൻസനെ കെട്ടിപ്പിടിച്ച ആ കുട്ടി ഇരുന്നു. ഇതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വല്ലാത്ത രീതിയിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് ജെൻസൻ്റെ ബോഡി പിന്നെ മെഡിക്കൽ ടീമിനെ കുട്ടിയെ ഏൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ക്രമീകരണം ചെയ്തു. എല്ലാ സിസ്റ്റം അവിടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ക്രമീകരിച്ചതും ചെയ്തത്. ഈ ശ്രുതി സത്യത്തിൽ നേരെ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു. ശ്രുതി ബോഡി കാണുന്നത് വരെ, ഞാനിപ്പം ബോഡി എത്തുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് ഞാൻ ശ്രുതിയായിട്ട് മേലെ റൂമിൽ വെച്ച് ഒരു 10-20 മിനിറ്റോളം ഞാൻ സംസാരിച്ചത്. അപ്പോൾ ശ്രുതി പറഞ്ഞത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതെന്താ, അവിടെ അവർക്ക് സുഹൃത്തുക്കളുണ്ട്, പിന്നെ ജെൻസനെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു ലോകത്ത് എവിടെയെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കൊണ്ടുപോയി ചികിത്സിക്കും, ജെൻസൺ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. അപ്പോൾ മരിച്ചു എന്നുള്ള വാക്കൊഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കെട്ടിപ്പൊതിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലേഴ്സ് പറഞ്ഞു, അവിടുത്തെ നേഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മോളെ ഇനി കാണണോ, ആദ്യം കാണാതെ കൊണ്ടുപോയാലോ. ഇന്നലെ സത്യത്തിൽ ശ്രുതി കണ്ടത് ജെൻസന്റെ ഭൗതിക ശരീരമാണ്. അപ്പോൾ ഇന്നലെ തന്നെ കൊളാപ്സായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണാതെ കൊണ്ടുപോയാലോ. അപ്പോൾ ഒരു കാരണവശാൽ അത് ശരിയല്ല, കുട്ടിയുടെ സംസാരത്തിൽ അത് ശരിയല്ല എന്നുള്ളത്. പിന്നെ അതൊരു മെൻ്റൽ ട്രോമയായിട്ട് അത് വീണ്ടും കിടക്കും. അതുകൊണ്ട് ആ റിയാലിറ്റിയിലേക്ക് ഒന്ന് വരാൻ, ഒന്ന് മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. അത് ഒരുപാട് നേരം അവർ ഓരോരെന്താ മനസ്സിലുള്ള വിങ്ങലുകളൊന്ന് ശമിക്കട്ടെ അങ്ങനെയൊക്കെ പരമാവധി കാര്യങ്ങൾ ചെയ്തു. മെഡിക്കൽ ടീമിൻ്റെ ഒരു സിസ്റ്റത്തിൽ അവരിപ്പോൾ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തുടർച്ചയായ കാര്യങ്ങൾ ബാക്കിയുള്ളത് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാമോ
ഞാൻ ഇന്ന് രാജമിനിസ്റ്ററുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് രാജമിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ശ്രുതിയെ ഏത് രീതിയിൽ ബാക്ക് ചെയ്യാമോ, സർക്കാർ ജോലി ഉൾപ്പെടെ എല്ലാം കൊടുത്തുള്ള സംവിധാനം ശ്രുതിക്ക് വേണ്ടി ഒരുക്കണം. അതിന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം കത്തായി കൊടുത്തിട്ടുണ്ട്. ശ്രുതിയുടെ ആരോഗ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആരോഗ്യം, അവർ രാവിലെ ചെറുതായി ഭക്ഷണം കഴിച്ചു. വെള്ളം കൊടുത്തപ്പോൾ എനിക്ക് വെള്ളം വേണ്ട എന്നുള്ളത് ശാഠ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ പോവുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ തൃപ്തികരമാണ്. പക്ഷേ ഏത് സമയത്തും ആ കുട്ടി മെൻ്റലി സ്റ്റേബിളല്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് എല്ലാ രീതിയിലും ബാക്ക് ചെയ്യാനുള്ള കൗൺസിലിങ്ങും പിന്നെ മെഡിസിൻസും എല്ലാ സംവിധാനവുമായിട്ട് ബാക്ക് ചെയ്യുകയാണ് ഇപ്പം. ഇന്ന് രാവിലെ ഡോക്ടേഴ്സിനോട് കൂടെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ശ്രുതിയെ കാണിക്കാമെന്ന് തീരുമാനിക്കുന്നത്. DMOയോട് സംസാരിച്ചു, അവിടെയുള്ള കൺസേൺ ഡോക്ടേഴ്സിനോട് സംസാരിച്ചു, ഫാമിലീസിനോട് സംസാരിച്ചു. അങ്ങനെയാണ് അവസാനം ആ തീരുമാനം എടുത്തത്. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ നിന്ന് നേരെ മൃതദേഹം, വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? വീട്ടിൽ അവസാനത്തെ അന്ത്യകർമ്മങ്ങളും കുടുംബത്തിനുള്ള അനുശോചനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലോട്ട് കൊണ്ടുപോകും.